ബംഗ്ലാദേശിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടിയിരിക്കുന്നു. കാരണം അവിടെ ഓരോ ദിവസം കഴിയുന്തോറും പ്രക്ഷോഭം കനക്കുന്ന സാഹചര്യത്തിൽ അത് വലിയൊരു ലഹളയിലേക്കോ വലിയ സംഘർഷത്തിലേക്കോ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഏറെയുള്ള ചിറ്റഗോങ് പോലെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും പ്രതിഷേധ റാലികളും മറ്റും നടക്കുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു ലഹളയായി മാറുകയോ ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മത സാമുദായിക സംഘർഷങ്ങളിലേക്ക് അത് മാറുകയോ വർഗീയ ലഹളയുടെ രൂപത്തിലേക്ക് അത് രൂപാന്തരപ്പെടുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ബംഗ്ലാദേശിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി കൂടുതൽ സേനയും വിന്യസിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ നിർദ്ദേശമാണ് പല ഇടങ്ങളിലേക്കും ബംഗ്ലാദേശ് ഭരണകൂടം നൽകിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഈ സന്യാസിയെ അറസ്റ്റ് ചെയ്തതും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ഈ പീഡനമൊക്കെ വലിയ വാർത്തയായി മാറുന്ന സാഹചര്യത്തിൽ ജീവൻ മരണ പോരാട്ടത്തിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന ആയിരക്കണക്കിന് പ്രതിഷേധക്കാർക്ക് നേരെ മതമൗലികവാദികളുടെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിൽ നിന്നാകണം ഒരുപക്ഷെ ബംഗ്ലാദേശ് ഇത്ര കടുത്ത ജാഗ്രതയിലേക്കും സുരക്ഷാ സംവിധാനത്തിലേക്കും നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.